ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് +1 സയൻസിന്റെ ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന പാഠമാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യുക. പിന്നെ എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യൂ. എന്നാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ, തുടങ്ങിയല്ലേ നമുക്ക്. ഓക്കെ, ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന പാഠം നമ്മുടെ ന്യൂട്ടന്റെ ലോയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ന്യൂട്ടന് മെയിൻ ആയിട്ട് എത്ര ലോ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 3 ലോ ആണുള്ളത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയാം ഈ പാഠത്തിൽ നിന്ന്. ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടത് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താണ്? ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ബാഹ്യബലം 0 ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അത് മൂവ് ചെയ്യുന്നത് റെസ്റ്റിലാവുകയും അല്ലെങ്കിൽ എലോങ് എ യൂണിഫോം മോഷനിലും തുടരുന്നതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ ബോഡി വാസ് മൂവിങ് വിത്ത് എ യൂണിഫോം റെസ്റ്റ് ഓർ എ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് കാൾഡ് ഇനേർഷ്യ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഇനേർഷ്യനെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. 1 ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, 2 ഇനേർഷ്യ ഓഫ് മോഷൻ, 3 ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, ഈ 3 ആയിട്ടാണ് നമ്മൾ ഇനേർഷ്യനെ തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോന്നിനെയും നമ്മൾ പറയുകയാണ്. നമ്മൾ ഡെഫിനിഷൻ തരാം. ഓരോന്നിനെയും നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഒരു വസ്തു റെസ്റ്റിലാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഒരു വസ്തു റെസ്റ്റിലാവുകയാണെങ്കിൽ അതിന് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നു. അത് നമുക്ക് ഉദാഹരണങ്ങളായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് വൺ എനിക്ക് പറയാൻ തോന്നുന്നത് എന്ന് പറഞ്ഞാല്, റെസ്റ്റിലായ ഒരു ബസ് വാസ് സഡൻലി പെട്ടെന്ന് സ്റ്റാർട്ടാക്കിയെന്ന് കൂട്ടാം. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന ഒരു പാസഞ്ചർ, അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പാസഞ്ചർ എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? ബാക്കിലേക്കായിരിക്കും മൂവ് ചെയ്യുക. കാരണം ആ പാസഞ്ചർ റെസ്റ്റിലായിരുന്നു. ബസ് സ്റ്റാർട്ടായപ്പോൾ ആ പാസഞ്ചർ ബാക്കിലേക്ക് ഫാൾ ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കാറുണ്ട്. എന്താണ്? ഇതേമാതിരി കുറെ എക്സാമ്പിൾ തരും. എന്നിട്ട് ഇത് ഏത് ഇനേർഷ്യയാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ആണോ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. രണ്ടാമതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മാവില് കുറച്ച് മാങ്ങ ഉണ്ട് കൂട്ടിക്കോ. നമ്മൾ ആ മാവിനെ കുലുക്കി ആ മാവിനെ കുലുക്കുമ്പോ ആ മാങ്ങ എവിടെയാണ്? റെസ്റ്റ് അല്ലേ? മാങ്ങ റെസ്റ്റ് ആകുമ്പോ നമ്മൾ ആ മാവിനെ കുലുക്കുമ്പോ മാങ്ങ എങ്ങോട്ടായിരിക്കും വീഴുക? ബാക്കിലേക്ക് ഫാൾ ചെയ്യും. ഇത് നമുക്ക് രണ്ടാമതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. മൂന്നാമതെന്ന് പറയുന്നത് ഒരു കാർപ്പറ്റിൽ പൊടിയുണ്ട്. പൊടി എന്ന് പറയുന്നത് റെസ്റ്റ് ആണ് അല്ലെ? നമ്മൾ കാർപ്പറ്റ് തട്ടുമ്പോ ആ പൊടി എങ്ങോട്ടായിരിക്കും ഫാൾ ചെയ്യുക? ബാക്കിലേക്കായിരിക്കും ഫാൾ ചെയ്യുക. ഇത് നമുക്ക് മൂന്നാമതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. നാലാമതൊരു എക്സാമ്പിൾ എനിക്ക് ആലോചിക്കുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരു കുതിരപ്പുറത്ത് ഒരാൾ നിൽക്കാണ്. കുതിര റെസ്റ്റിലാണ്, ആളും റെസ്റ്റിലാണ്. പെട്ടെന്ന് ആ കുതിര സഡൻലി മൂവ് ചെയ്താൽ ആ റെസ്റ്റിലായിരുന്ന ആള് ബാക്കിലേക്ക് ഫാൾ ചെയ്യും. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിൽ കരുതി വെക്കാം? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാൾ ചെയ്യുന്നത് ബാക്കിലോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, രണ്ടാമത് എന്ന് പറയുന്നത് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഒരു വസ്തു മോഷനിലാണെങ്കിൽ അതിന് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നു. ഇത് നമുക്ക് പറയാം, എ സഡൻലി മൂവിംഗ് ബസ് വാസ് suddenly stopped. ഫാസ്റ്റായിട്ട് സഡൻ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബസ്, എ ഫാസ്റ്റ്ലി മൂവിംഗ് ബസ് വാസ് സഡൻലി സ്റ്റോപ്ഡ്. ദ പാസഞ്ചർ ഇൻസൈഡ് ദ ബസ് വാസ് എങ്ങട്ടാ മൂവ് ചെയ്യാ? പറയ്. വാസ് ഫാൾ ഫോർവേഡ് ആയിട്ടാണ് കേട്ടോ മൂവ് ചെയ്യാ. എ ഫാസ്റ്റ്ലി മൂവിംഗ് ബസ് വാസ് സഡൻലി സ്റ്റോപ്ഡ്. ദ പാസഞ്ചർ ഇൻസൈഡ് ദ ബസ് വാസ് ഫാൾസ് ഫോർവേഡ് ഡയറക്ഷൻ. ഇതിന് നമുക്ക് ഏതാ പറയാം? ഇനേർഷ്യ ഓഫ് മോഷന് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാല് ഇത് കൊടുക്കാം. മതി. ഇനേർഷ്യ ഓഫ് മോഷന് എക്സാമ്പിൾ അത് മതി. അടുത്തത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ നോക്കാം. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാല്, ഡയറക്ഷനിലാണ് ഒരു വസ്തു, മൂവിംഗ് ഒബ്ജക്ട് വാസ്, അത് അതിന്റെ ഡയറക്ഷന് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഡയറക്ഷൻ ആണ് എലോങ് എ സ്ട്രെയിറ്റ് ലൈനും ആണെങ്കിൽ നമുക്ക് പറയാം അത്
ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ ആണെന്ന് പറയാം. എല്ലാത്തിനും എക്സാമ്പിൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കേട്ടോ. അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാം. എന്ത് പറയാം? ഒരു ചക്രം അല്ലെങ്കിൽ ഒരു ടയർ. ആ ടയറിനകത്ത് ഒരു മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്ന് നോക്കിക്കോ. നമ്മൾ കണ്ടില്ലേ പലപ്പോഴും ചക്രത്തിൽ മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഓക്കെ, ആ മണ്ണ് ചക്രം കറങ്ങുകയാണ്. ആ മണ്ണ് എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. ചക്രം കറങ്ങുമ്പോൾ ആ മണ്ണ് ചക്രത്തിന്റെ കൂടെ കറങ്ങുന്നു. ചക്രത്തിന്റെ ദിശയിലാണ് മണ്ണും കറങ്ങുന്നത്. അപ്പൊ ആ ചക്രത്തിൽ നിന്ന് മണ്ണ് വേറിട്ട് പോയാൽ ആ മണ്ണ് എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. ചക്രത്തിൽ നിന്ന് മണ്ണ് വേർവിട്ട് പോയാൽ ആ മണ്ണ് റെസ്റ്റിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ചക്രം എന്ന് പറയുമ്പോൾ അതിന് ഡയറക്ഷൻ ഉണ്ടല്ലോ, മുകളില്, സൈഡില്, അടിയില്, വലത്തോട്ട് എന്നൊരു ഡയറക്ഷൻ ഉണ്ടാവും ചക്രം കറങ്ങുന്നതിന്. ഇങ്ങനെ ആയിരിക്കും ചക്രം കറങ്ങുക. ആ കറങ്ങുമ്പോൾ അതിനകത്തുള്ള മണ്ണ് അത് റെസ്റ്റിലായിരിക്കും. ചക്രത്തിൽ നിന്ന് വേർതിട്ട് പോയാൽ റെസ്റ്റിലായിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ന്യൂട്ടന്റെ ലോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, തുടങ്ങല്ലേ. ന്യൂട്ടന്റെ ലോയിലേക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലോ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഫസ്റ്റ് ലോ, every body continue in its state of rest or the state of uniform motion along a straight line എന്നാണ് പറയണത്. ഒരു വസ്തു ഒന്നെങ്കിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലായിരിക്കും. എങ്ങനെ? എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോം മോഷൻ പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഒരു വസ്തു ഒന്നെങ്കിൽ റെസ്റ്റിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ആ സ്റ്റേറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. An external unbalanced force is applied on it to change that state എന്നാണ് പറയണത്. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഇത് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ച ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ എന്ന് പഠിച്ചില്ലേ? ഇത് തന്നെയാണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് ആൾസോ കാൾഡ് ദ ലോ ഓഫ് ഇനേർഷ്യ. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് ആൾസോ കാൾഡ് ദ ലോ ഓഫ് ഇനേർഷ്യ. ദ ലോ ഓഫ് ഇനേർഷ്യ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ലോയിലേക്ക് കടക്കാം. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ന്യൂട്ടന്റെ സെക്കൻഡ് ലോയില് dp/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ് പറഞ്ഞത്. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ dp/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F എന്നാണ് പറയുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. എന്താണ്? dp/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഡിടിനെ നമ്മൾ എപ്പോഴും വായിക്കേണ്ടത് എന്താണെന്നറിയോ? ഡിടിനെ നമ്മൾ എപ്പോഴും വായിക്കേണ്ടത് റേറ്റ് ഓഫ് എന്ന് വേണം വായിക്കാൻ. എന്താണ്? റേറ്റ് ഓഫ് എന്ന് വേണം വായിക്കാൻ. ഡിടിനെ നമ്മൾ എപ്പോഴും വായിക്കേണ്ടത് റേറ്റ് ഓഫ് എന്ന് വേണം. ഈ dp എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ നമുക്ക് F എന്ന് പറഞ്ഞാലോ അപ്ലൈഡ് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കും? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് എന്ന് വേണം വായിക്കാൻ. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. സിമ്പിൾ ആണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോനെ വെച്ച് നോക്കുകയാണെങ്കിലും അതിനെക്കാട്ടിലും സിമ്പിൾ ആണ്. The rate of change of momentum is directly proportional to the applied force എന്ന് വേണം നമ്മൾ വായിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്താ നോക്കാം? Arrive an equation of ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ അറേഞ്ച് ചെയ്യാൻ ഫ്രം ഇങ്ങനെ ആയിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ വരിക.
ഫ്രം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് ഫോഴ്സിന്റെ ഇക്വേഷൻ അറൈവ് ചെയ്യാൻ. എന്താണ് ചോദ്യം? അറൈവ് ആൻ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിളാണ്. നമ്മള് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് അറിയാലോ. പിന്നെന്താ എന്താണ്? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, dp/dt. ഇതാണല്ലോ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അല്ലെ. ഇനി നമ്മൾ സൈഡില് എന്തു വേണം? പി എന്ന് പറയുന്നത് എന്താക്കി എടുക്കണം? നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. പി എന്ന് പറയുന്നത് mv ആണ്. നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. പി എന്ന് പറയുന്നത് mv ആണ്. അതുകൊണ്ട് തന്നെ നമുക്കപ്പോൾ ഇവിടെ മാറ്റിക്കൂടെ? എഫ് എന്നുള്ളതിനെ മാറ്റിക്കൂടെ? എഫ് നമ്മളെപ്പോഴും ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കളയാൻ വേണ്ടിയിട്ട് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് നമ്മൾ അവിടെ ഇടും. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനെ ഇടും. ഈ കോൺസ്റ്റന്റിനെ ഇട്ടാനുള്ള ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറി അവിടെ എന്താവും? ഈക്വൽ ആവും. എഫ് ഈസ് ഈക്വൽ ടു എന്താവും? ഡി. പി എന്നുള്ള സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? mv ആണ്. dmv/dt എന്നാക്കും. ഓക്കെ, പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ മറന്നു. കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിനെ ഇവിടെ ഇടണം, എന്നാലുള്ളൂ നമുക്ക് ഈക്വൽ ആവാൻ പറ്റുക. അപ്പോ എഫ് ഈസ് ഈക്വൽ ടു കെ dmv/dt എന്നായി. ഓക്കെ, ഇനി നമ്മള് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താക്കി എടുക്കണം? ഫോഴ്സ് ഈസ് ഈക്വൽ ടു kma ആക്കി എടുക്കണം. ഇവിടെ dmv ഇങ്ങനെ നമ്മൾ ആക്കി എടുക്കാനുള്ള കാരണം എന്താ പറയുക? നമുക്ക് നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ്. dv/dt എന്ന് പറഞ്ഞാൽ a ആണ്. എന്താണ്? dv/dt എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ സംഭവിച്ചെന്ന് സൂക്ഷിച്ചു നോക്കിയേ. dv ഇവിടെ ഉണ്ട്, dt ഇവിടെ ഉണ്ട്. അപ്പൊ ഈ എമ്മിനെ, ഇവിടെ കിടക്കുന്ന എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? dv/dt എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്താക്കി എടുക്കാം? a ആക്കിയിട്ട് എടുക്കാം. അപ്പോ എഫ് എന്ന് പറഞ്ഞാൽ കെ അതേപോലെ ഇട്ടു. ഈ എമ്മിനെ നമ്മൾ കെന്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവരുന്നു, എം. അപ്പൊ dv/dt എന്ന് പറയുന്നത് എന്താണ്? a ആണ്. kma എന്നാക്കി നമുക്ക് കിട്ടി. ഇനി നമ്മള് ഈ കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. നമുക്കറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് എന്ന് പറയുന്നത് 1 × ma ആക്കി എടുക്കാം. അപ്പൊ എഫ് എന്ന് പറയുന്നത് ma. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. എഫ് എന്ന് പറയുന്നത് ma ആണ്. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ച് നമ്മൾ ഫോഴ്സിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. എഫ് ഈസ് ഈക്വൽ ടു ma. സ്ഥിരമായിട്ട് പരീക്ഷയിൽ കാണാറുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോ ചെയ്തത്. എഫ് ഈസ് ഈക്വൽ ടു ma. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് ന്യൂട്ടന്റെ തേർഡ് ലോയിലേക്ക് കടക്കാം. ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? ന്യൂട്ടന്റെ തേർഡ് ലോ സിമ്പിൾ ആണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ന്യൂട്ടന്റെ ലോ. ചെറിയ ക്ലാസ്സിലായിരുന്ന തൊട്ടേ നമ്മൾ പറഞ്ഞു പഠിച്ച ഒരു ലോ ആണത്. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ന്യൂട്ടന്റെ ലോയുമായി ബന്ധപ്പെട്ട് അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ന്യൂട്ടന്റെ ലോവുമായി ബന്ധപ്പെട്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, തോക്ക് നമ്മള് അതിന്റെ തോക്കിന്റെ കാഞ്ചി വലിക്കുമ്പോൾ വെടിയുണ്ട മുന്നിലേക്ക് പോകുന്നു. നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഞെക്കുന്നു, തോക്കിന്റെ കാഞ്ചി വലിക്കുന്നു. അതിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെടിയുണ്ട പുറത്തേക്ക് തെറിക്കുന്നു. ഇതാണ് അതിന്റെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു തോണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തോണി പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ആ തോണിയിൽ നിന്ന് ഒരാളെ എടുത്ത് ചാടിയത് ആക്ഷനും തോണി ബാക്കിലേക്ക് നീങ്ങില്ല. ഒന്ന് എടുത്ത് ചാടുമ്പോൾ ആ തോണി നിന്ന് ബാക്കിലേക്ക് നീങ്ങും, അത് റിയാക്ഷനുമാണ്. ഓക്കെ, ഇത് രണ്ട് എക്സാമ്പിള്. പിന്നെ ഒരു എക്സാമ്പിള് ഒരു ന്യൂട്ടന്റെ ലോയുമായി ബന്ധപ്പെട്ട ഒരു തേർഡ് ലോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. എന്നുവെച്ചാൽ ഒരു കുതിര വണ്ടി ഒരു എംപ്റ്റി സ്പേസിലൂടെ
പോകാൻ സാധിക്കില്ല. അതിന് കാരണം എന്താന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. അതെങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് എ ഹോഴ്സ് കാൺട്ട് പുൾ ഇറ്റ്സ് കാർട്ട് ത്രൂ ആൻ എംപ്റ്റി സ്പേസ് എന്നാണ് പറയാം. ഒരു കുതിരയ്ക്ക് അതിന്റെ വണ്ടി ഒരു എംപ്റ്റി സ്പേസിലൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന്റെ ഉത്തരം നമുക്ക് പറയാം there is no action. അപ്പൊ നമുക്ക് പറയാം there is no chance for that reaction. ആക്ഷൻ ഉണ്ടെങ്കിലേ റിയാക്ഷൻ ഉള്ളൂ. ആക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ ഉണ്ട് എന്നാണ് നമ്മളുടെ ന്യൂട്ടന്റെ തേർഡ് ലോ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, തേർഡ് ലോയും നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇനേർഷ്യ പഠിച്ചു, 3 ഇനേർഷ്യകൾ പഠിച്ചു, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പഠിച്ചു, സെക്കൻഡ് ലോ പഠിച്ചു, തേർഡ് ലോയും പഠിച്ചു. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ടോട്ടൽ ഫോഴ്സ് 0 ആണെന്നാണ് ഈ ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലീനിയർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആവുമെന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്ത് ചെയ്യാൻ? പ്രൂവ് ചെയ്യാൻ. പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ കൺസർവേഷൻ. മൊമെന്റം ഫ്രം എവിടെ നിന്ന്? ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. ചെയ്തു തുടങ്ങല്ലേ നമുക്ക്. പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം ദ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് പറഞ്ഞത്. പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. നമുക്ക് അറിയണ കാര്യങ്ങൾ മാത്രം എഴുതാം. ഓക്കെ, നമുക്ക് അറിയണത് ഫസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കാം. അപ്പൊ നമ്മള് അറിയണ കാര്യമായ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ സെക്കൻഡ് ലോ പഠിച്ചത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് പഠിച്ചത്. അപ്പൊ നമ്മളിതിനെ കോൺസ്റ്റന്റ് കെ ആക്കി എടുക്കുകയാണെങ്കിൽ, കെക്ക് കോൺസ്റ്റന്റ് വാല്യൂ 1 കൊടുക്കുകയാണെങ്കിൽ dp/dt അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആണ് ഈക്വൽ ടു ഫോഴ്സ്. dp റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് കിട്ടി. അപ്പൊ നമ്മള് ഇഫ് അപ്ലൈഡ് ഫോഴ്സ്, അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു 0. എഫ് എന്ന് പറയുന്നത് 0 ആക്കി എടുക്കുകയാണെങ്കിൽ ദെൻ അപ്പൊ നമുക്ക് എന്താക്കണം? dp/dt ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കണം. dp/dt എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇവിടെ ഈ p എന്ന് പറയുന്നത് dpയിലെ p എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. p കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഫൈനൽ ആൻസർ ഇതാണ്, p കോൺസ്റ്റന്റ്. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്. ഒന്നുകൂടി നോക്കൂ. പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ dp/dt is directly proportional to force. kക്ക് 1 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ f equal to f എന്ന് കിട്ടി. if applied force f is equal to 0 ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ dp/dt is equal to 0 ആണ്. p എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത്ര എഴുതി വെച്ചാൽ ഏകദേശം 2 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോണ പോർഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ്. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? ഒരു ലാർജ് ഫോഴ്സ് ആണ്, ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ആണ്. ഒരു വലിയ ഫോഴ്സ് ആണ്, അത് പക്ഷെ ആക്ട് ചെയ്യുന്നത് ഒരു ചെറിയ സമയത്തേക്ക് മാത്രമായിരിക്കും. ഇതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. നമ്മൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ഓർ ഷോർട്ട് ടൈം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. എന്ത് കൊടുക്കാം? എക്സാമ്പിൾ കൊടുക്കാം. ഹിറ്റിംഗ് എ നെയിൽ വിത്ത് എന്ത് വെച്ച്? ഹാമർ. നമ്മൾ ഒരു ആണി അടിക്കുകയാണ്. എന്ത് വെച്ച്? ഒരു ഹാമർ വെച്ചിട്ട്.
ഒരു ചുറ്റിക വെച്ച് ഒരു ആണി അടിക്കുകയാണ്. അപ്പോൾ ആ ആണിയിൽ ആ ചുറ്റിക തട്ടുന്ന സമയം, ആ ഹാമർ തട്ടുന്ന സമയം വളരെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ ആ ആണിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇത്രയാണ് ഇമ്പൾസീവ് ഫോഴ്സിനെ ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിന് ഇനിയും നമുക്ക് എക്സാമ്പിൾ കുറെ പറയാം കേട്ടോ. എക്സാമ്പിൾ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് എ ക്രിക്കറ്റ് ബാൾ വിത്ത് ബാറ്റ്. നമുക്ക് ഹീറ്റിംഗ് എ ക്രിക്കറ്റ് ബാൾ വിത്ത് എന്ത് വെച്ചിട്ട്, ബാറ്റ് വെച്ചിട്ട്, അത് പറയാം. അടുത്ത് നമുക്ക് വീണ്ടും വേണേ എക്സാമ്പിൾ പറയാം. കിക്ക് ചെയ്യാണ്, കിക്കിങ് ഫുട്ബോൾ അല്ലെങ്കിൽ ബോള്, കിക്കിങ് എ ഫുട്ബോൾ ഓർ കിക്കിങ് എ ബോൾ. ആ ബോളിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് വളരെ വലുതാണ്. എന്നാൽ ആ കൊടുക്കുന്ന സമയം, നമ്മുടെ ആ കാലും പന്തുമായി ആ ടച്ച് ചെയ്യുന്ന സമയം വളരെ ചെറുതാണ് എന്നാണ് നമ്മുടെ ഇമ്പൾസീവ് ഫോഴ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തത് എന്താണ് ഇമ്പൾസ് എന്ന് നോക്കാം. ഇമ്പൾസ് എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാല് സംഭവം എന്താ വെച്ചാല്, ഇതെന്ന് പറഞ്ഞാല് പ്രോഡക്റ്റ് ഓഫ് എന്തിന്റെയൊക്കെ പ്രോഡക്റ്റാ? ഫോഴ്സിന്റെ പ്രോഡക്റ്റും ആൻഡ് ടൈം. പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ആണ് നമ്മുടെ ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആൻഡ് ടൈം ആണ്. അപ്പൊ നമുക്ക് ഇമ്പൾസിനെ എങ്ങനെ എഴുതാം? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. dt എന്ന് പറഞ്ഞാൽ ടൈമാണ്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്. ഓക്കെ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ്. നമുക്ക് അടുത്തത് ഇമ്പൾസ് മൊമെന്റം തിയറി നോക്കല്ലേ. ഇമ്പൾസ് മൊമെന്റം തിയറി ചെറിയ പാഠം ഇപ്പൊ കഴിയും. ഓക്കെ, ഇമ്പൾസ് മൊമെന്റം തിയറി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ട പോർഷൻ മാത്രമാണ് നോക്കുന്നത്. ഇമ്പൾസ് മൊമെന്റം തിയറി. ഓക്കെ, നമ്മൾ ഈ പാഠം ഇമ്പൾസ് മൊമെന്റം തിയറി എന്ന് പറഞ്ഞാൽ, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പൾസ് മൊമെന്റം തിയറിക്ക് അത് എത്ര പറയാം? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണെന്നാണ് ഇമ്പൾസ് മൊമെന്റം തിയറി പറയുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇമ്പൾസ് മൊമെന്റം തിയറി. ഇമ്പൾസ് മൊമെന്റം തിയറി പ്രൂവ് ചെയ്യാൻ. ഇമ്പൾസ് മൊമെന്റം തിയറി ഫ്രം എവിടെ നിന്ന്? ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ഇമ്പൾസ് മൊമെന്റം തിയറി പ്രൂവ് ചെയ്യാൻ. തിയറി ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് പ്രൂവ് ദാറ്റ് ഇമ്പൾസ് മൊമെന്റം തിയറി ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. ചെയ്ത് നോക്കല്ലോ ഇത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി വയ്ക്കുക അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ. ഇങ്ങനെ എഴുതിയ ശേഷം സെക്കൻഡ് ലോ നമുക്കറിയാലോ എന്താണ്? ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. നമ്മൾ പഠിച്ചത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലാസ്റ്റ് ആണ് എന്ത് കൊടുത്തത്? ഇവിടെ ഉണ്ട്. ലാസ്റ്റ് ആണ് നമ്മള് കെന്റെ വാല്യൂ 1 ആണെന്ന് കൊടുത്തത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ കെന്റെ വാല്യൂ ഈക്വൽ ഇട്ടിട്ട് കെ ആണ് നമ്മൾ ഇടുകയാണ്. ഇനി കെ ഡി പി ബൈ ഡി ടി ഇട്ടു. അതേപോലെ തന്നെ ഇട്ടു. ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ കെ ഇട്ടു, അതേപോലെ ഇട്ടു.
ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് കൊടുക്കാം, ടേക്ക് ചെയ്യാം. എന്ത് കെ എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, dp/dt ആണ് നമുക്ക് എഴുതാം. നോക്കൂ, F = K dp/dt. കെക്ക് നമ്മൾ 1 കൊടുത്താൽ 1 ഇൻറ്റു ഇത് ചെയ്താൽ ഇത് തന്നെയാവും കിട്ടുക. F = dp/dt എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം, എഫ് പ്രൊഡക്റ്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, ഡിടിയുടെ പ്രൊഡക്റ്റ് ആണ്, ടൈമിന്റെ പ്രൊഡക്റ്റ് ആണ്. dp ഇത് നമുക്ക് എവിടുന്നാ കിട്ടിയത്, എഫ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ടൈം എന്ന് നമുക്ക് ഇമ്പൾസ് എന്താണെന്ന് പഠിച്ചപ്പോ നമുക്ക് കിട്ടിയ കാര്യമാണ്. ഇമ്പൾസ് എന്താണെന്ന് പഠിച്ചപ്പോ നമുക്ക് കിട്ടിയ കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ dp എന്ന് പറഞ്ഞാൽ എന്താ, dp എന്ന് പറഞ്ഞാൽ dp = ചേഞ്ച് ഇൻ മൊമെന്റം. നമ്മൾ ആദ്യം പറഞ്ഞ കേസാണ് ഇത്. സെക്കൻഡ് ലോയ്ക്കകത്ത് പറഞ്ഞാണ് dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷനിലാണ് നമ്മൾ എത്തിച്ചേർന്നത്, ഇപ്പോ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആണെന്ന് നമുക്ക് കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം, ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. നമ്മളോട് എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, ഇമ്പൾസ് മൊമെന്റം തിയറി ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് നമ്മൾ പ്രൂവ് ചെയ്തത്. നമുക്ക് കിട്ടിയ ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലാന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഓക്കെ, ഇത് എന്താണ് സ്റ്റേറ്റ് ചെയ്യണമെന്ന് അറിയോ? ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ടോട്ടൽ ഫോഴ്സ്, മൊത്തം ഫോഴ്സും ആക്ടിങ് ഓൺ എ ബോഡി, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും 0 ആണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ their ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. ഇത് ഒരു ബോഡിയാണ്. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന, ഈ പാഠത്തിൽ നിന്ന് ഏകദേശം ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും ചെയ്തു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞ് നമുക്ക് ഈ പാഠം നിർത്താം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണ് എന്ന് വെച്ചാല് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫോഴ്സ് ഫ്രം, എവിടെ നിന്നാണ് വേണ്ടത്, ഫ്രം ന്യൂട്ടന്റെ ഏത് ലോയും വേണം, തേർഡ് ലോ ആയിക്കോട്ടെ, ന്യൂട്ടൺസ് തേർഡ് ലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ പരീക്ഷയിൽ കണ്ടുവരാറുണ്ട്. പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഫോഴ്സ് ഫ്രം ന്യൂട്ടൺസ് തേർഡ് ലോ. ഫോഴ്സ് വേണ്ട കേട്ടോ, ഇവിടെ ലീനിയർ മൊമെന്റം ഫ്രം ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് പറഞ്ഞത്. ഇത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് എഴുതി വെക്കണം, ഇതാണ് ആ കൊളീഷന്റെ കേസ്. നമ്മള് ക്ലാസ്സിലൊക്കെ എടുത്തപ്പോ നമ്മള് കേട്ടിണ്ടാവും. അന്ന് ശ്രദ്ധിക്കാത്തവര് ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിണ്ടാവും. ബിഫോർ കൊളീഷൻ കൂട്ടിയിടിക്ക് മുന്നേ. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടിയിടിയാണ് കേട്ടോ. ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ എന്ന് 2 കോളങ്ങളാക്കി മാറ്റാം. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും. ഓക്കെ, ഈ ബിഫോർ കൊളീഷനകത്ത് നമുക്ക് എഴുതാം M1
M1 എന്ന് പറയുന്നതിന് നമുക്ക് A എന്ന് പേര് കൊടുക്കാം. ഇത് A ആണ് കേട്ടോ. ഇത് പോയി 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 എവിടെ തട്ടി? M2ലെത്തി. അവിടുന്ന് പോയി 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 U2ലെത്തി. ഇനി ആഫ്റ്റർ നോക്കാം. ആഫ്റ്ററിനകത്ത് M1 തുടങ്ങി പോയി 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 V1 വഴി പോയി 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 M2ലെത്തി. അവിടുന്ന് പോയി 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 V2ലെത്തി. ഓക്കെ, ഇവിടെ നമുക്ക് B എന്ന് പേര് കൊടുക്കാം. ഇതിന് നമുക്ക് A എന്ന് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് A എന്ന് പേര് കൊടുത്തു. M2 നമുക്ക് B എന്ന് പേര് കൊടുക്കാം. ഇതിന്റെ ഇടയിലുള്ള ഇവിടെ നമുക്ക് U1 എന്ന് പേര് കൊടുക്കാം. ഇവിടെ നമുക്ക് U2 നമ്മൾ പേര് കൊടുത്തു. ഇവിടെ നമ്മൾ V1ഉം V2 എന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ U1 U2 എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് രണ്ടിനെയും കൂടി നോക്കി എഴുതാം. M2 V2 പ്ലസ് M1 V1 is equal to M1 U1 പ്ലസ് M2 U2 എന്ന് എഴുതാം. ഓക്കെ, എന്താണ് M2 V2? M2 എവിടെ ഉള്ളത്? M2 ഇവിടെയുമുണ്ട് M2. അപ്പൊ നമുക്ക് ബിഫോറിനകത്തുള്ള നോക്കാം. M2 U2, M2 V2 ആണ് കേട്ടോ. M2 V2 എവിടെയാണുള്ളത്? V2 ഇവിടെയാണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ നോക്കാം. M2 V2 കേട്ടോ. M2 V2 പ്ലസ് M1 V1. M2 V2 പ്ലസ് M1 V1 is equal to M1 U1 പ്ലസ് M2 U2. മനസ്സിലായോ? ആദ്യം നമ്മൾ ഇവിടുന്ന് തുടങ്ങി. എന്താണ്? M2 V2 പ്ലസ് M1 U1 M1 V1. ഇത് V ആണ്. വിയും യുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുണ്ടോ? V. M2 V2 പ്ലസ് M1 V1 is equal to M1 U1 പ്ലസ് M2 U2. അതിനകത്ത് ഫോഴ്സ് നമ്മൾ പറയുമ്പോ ഫോഴ്സ് ബോഡി, ഫോഴ്സ് ഓൺ എ ബോഡി ബൈ എന്ത്? ബൈ ഫോഴ്സ് ഓൺ ബോഡി അല്ല കേട്ടോ, സോറി, ഫോഴ്സ് ഓൺ എ. നമ്മുടെ എ ഇല്ലേ, എ എന്ന് പറഞ്ഞ ഫോഴ്സ് ഏതാ? എ. ഇവിടെയുമുണ്ട് എ. ഫോഴ്സ് ഓൺ എ ബൈ ബി. ബി കാരണം എയിലുണ്ടാവുന്ന ഫോഴ്സ്, അതാണ് ഇതിന്റെ അർത്ഥം. ഫോഴ്സ് ഓൺ എ ബൈ ബി, അതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ റിയാക്ഷൻ. അപ്പോ നമുക്ക് ഇവിടെ നോക്കാം. ഇനി ആഫ്റ്റർ കൊളിഷൻ. ഇതുവരെ നമ്മൾ ഇതിന ബിഫോർ കൊളിഷൻ. ഇനി നമ്മൾ ആഫ്റ്റർ കൊളിഷൻ പറയുമ്പോ ആഫ്റ്റർ കൊളിഷനകത്ത് ഇത്രയും പറഞ്ഞു. ഇനി അക്കോർഡിംഗ് ടു തേർഡ് ലോ പ്രകാരം, അക്കോർഡിംഗ് ടു തേർഡ് ലോ പ്രകാരം ആക്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തേർഡ് ലോ പ്രകാരം ആക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ. ആക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്ത് എഴുതാം? F2 ഈസ് ഈക്വൽ ടു മൈനസ് F1 എന്ന് എഴുതി കൂടെ. F2 ഈസ് ഈക്വൽ ടു മൈനസ് F1. അപ്പോ M2 ഇൻറ്റു എന്താണ്? V2 മൈനസ് V2 മൈനസ് U2 ബൈ എന്താ? DT എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച നേരത്തെ റേറ്റ്. ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? ഈസ് ഈക്വൽ ടു മൈനസ് M1 ഇൻറ്റു V1 മൈനസ് എന്താണ്? നിങ്ങൾ പറയും V1 മൈനസ് U1. ഓക്കെ, V1 മൈനസ് U1 ആണ് കേട്ടോ. ഇതിന്റെ അടിയിൽ എന്ത് ചെയ്തും? ഇവിടെ DT ആണെങ്കിൽ ഇവിടെയും
dt. ഓക്കെ, ഒന്ന് ശരിക്കും നോക്കി നോക്കൂ. ആഫ്റ്റർ കൊളീഷനകത്ത് m1 v1 ആയി m2 അത് നമ്മൾ ആ ഡയഗ്രാം വരച്ചു. അക്കോർഡിംഗ് ടു തേർഡ് ലോ പ്രകാരം ആക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ഈക്വൽ ആണ്. അപ്പൊ f2 ഈക്വൽ ടു മൈനസ് f1 എന്ന് എഴുതി. m2 ഇൻറ്റു v2 മൈനസ് u2 ബൈ dt ഈക്വൽ ടു മൈനസ് m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ dt എന്ന് എഴുതി. അങ്ങനെ എഴുതിയതിനു ശേഷം m2 v2 മൈനസ് m2 u2 is equal to m minus m1 എന്താ v1 plus m1 v1 plus m1 u1 എഴുതി. ഇനി നമുക്ക് ഇവിടെ ഈ മൈനസ് m1നെ നമ്മൾ മൈനസ് m1 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും അതേപോലെ തന്നെ മൈനസ് m2 u2 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. m2 v2 plus m1 v1 is equal to m1 u1 plus m2 u2. ഇവിടെ ഇനി നമുക്ക് ഇവിടെ കുറച്ച് നോക്കാണ്ട്. നേരത്തെ നമ്മൾ എഴുതിയ ഇതിനകത്ത് ബിഫോർ കൊളീഷനകത്ത് ഇവിടെ എഴുതി വെച്ചു. ഇനി ഇവിടെ f1 is equal to m1 a1. f1 എന്ന് പറയുന്നത് എന്താണ്? m1 ഇൻറ്റു v1 മൈനസ് u1 ബൈ dt ആണ്. നമ്മൾ ഇതുവരെ എഴുതി നിർത്തി. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ഇപ്പൊ എഴുതിയതിന്റെ ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം ടോട്ടൽ മൊമെന്റം ഈസ് എന്താണെന്ന് പറയുന്നത്? ടോട്ടൽ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. എന്താണ്? കോൺസ്റ്റന്റ്. ഓക്കെ, ഒന്ന് ഫസ്റ്റ് വേഗം നോക്കൂ. നമ്മുടെ പാഠം കഴിഞ്ഞു. ഓക്കെ, നോക്കോ. പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ നമ്മൾ ഇങ്ങനെ എഴുതി. ക്വസ്റ്റ്യൻ മാറിയല്ലോ. പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എവിടുന്ന്? ഫ്രം ന്യൂട്ടൺസ് തേർഡ് ലോ. ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ എന്നിങ്ങനെ രണ്ട് കോളങ്ങളായി തിരിച്ചു. അത് ബിഫോർ കൊളീഷനകത്ത് നമ്മൾ ഇങ്ങനെ ഡയഗ്രാം വരച്ചെഴുതി. ആഫ്റ്റർ കൊളീഷനകത്ത് നമ്മൾ ഇങ്ങനെ വെച്ചു. അക്കോർഡിംഗ് ടു തേർഡ് ലോ പ്രകാരം ആക്ഷൻ ഈസ് ഈക്വൽ ടു റിയാക്ഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് വെച്ചു. അതിനു മുന്നേ ബിഫോർ കൊളീഷനകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ എഴുതി. ഇതാണ് നമ്മുടെ ഇത് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ പാഠം, ചാപ്റ്റർ നമ്പർ 5. സിമ്പിളായൊരു പാഠമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.